നമസ്കാരം. ഗുരുവായൂർ അക്ഷര പാഠശാലയുടെ നേതൃത്വത്തിലുള്ള സർഗസാഗര നൃത്ത സംഗീത യോഗ വിദ്യാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ സംസ്കാര സംസ്കൃതികളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കലകൾ എന്ന് പറയുന്നത്. നൃത്തത്തിനും സംഗീതത്തിനും അതുപോലെ യോഗത്തിനും എല്ലാം വളരെയധികം പ്രാധാന്യം ഭാരതീയ സംസ്കൃതിയിലുണ്ട്. ഞാനിവിടെ നൃത്തത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നൃത്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൃത്തം ഒരു ശാസ്ത്രമാണ്. നൃത്തം കേട്ടിട്ടുണ്ടാവും, നാട്യശാസ്ത്രം എന്നാണ് നമ്മൾ പറയുക. നൃത്യവും കൂടെ ചേർന്നാണ് നാട്യശാസ്ത്രമുള്ളത്. അറിവ് നേടുക അല്ലെങ്കിൽ ജ്ഞാനം കൈവരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഈ കലകളിലൂടെയും പഠനങ്ങളിലൂടെയും എല്ലാം നമ്മൾ അത് പ്രത്യേകിച്ചും ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ അറിവ് നേടുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ നമ്മൾ അറിവ് നേടുവാനായിട്ട് പറഞ്ഞയക്കാറുണ്ട്. നൃത്തത്തിനും സംഗീതത്തിനും എല്ലാം അതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നൃത്തം പഠിക്കുന്നതിലൂടെ ഒരു കുട്ടിക്കെന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പരീക്ഷാകാലത്ത് കുട്ടികൾ പറയുന്നത് കേൾക്കാം, നൃത്തത്തിന് വരുന്നില്ല, കാരണം പരീക്ഷയാണ്, കുറേ പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ. അതൊരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പരീക്ഷയ്ക്ക് നമ്മൾ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളൊന്നും നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ രാജ്യത്തും ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ സമയം ഈ പഠനത്തിൻ്റെ ഭാരമൊക്കെ വരുമ്പോൾ മാതാപിതാക്കളുടെ ഒരു സമ്മർദ്ദം കൂടി ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു മണിക്കൂർ നേരത്തെ ഒരു നൃത്ത പരിശീലനം കൊണ്ട് അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് മാനസിക സംഘർഷത്തിന് ഒരുപാട് അയവുണ്ടാവും. മാത്രമല്ല, ഈ നൃത്തം പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഏകാഗ്രത കൂടുക, ഓർമ്മശക്തി കൂടുക, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നൃത്ത പഠനത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയുടെ ഇടയിൽ നൃത്തത്തിന് വന്നതുകൊണ്ട് കുട്ടികൾക്ക് ഓർമ്മശക്തി കൂടുകയാണ് ചെയ്യുക ശരിക്കും. അതുപോലെ തന്നെ അവരുടെ ഒരു മാനസിക ഉല്ലാസവും കൂടെ അവർക്ക് അതിനിടയിൽ ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നൃത്തം പഠിക്കുമ്പോൾ അത് ജീവിതചര്യയുടെ ഒരു ഭാഗമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ഒരു ആശ്വാസം നമുക്ക് നൃത്തം പഠിക്കുന്നതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതലേ നൃത്തം പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും, അവർക്കൊരു ആകാര വടിവുണ്ടാവാനും അതുപോലെ തന്നെ ശാരീരിക സ്വാസ്ഥ്യത്തിനും നൃത്തം വളരെയധികം നമുക്ക് ഉപയോഗപ്രദമാണ്. പിന്നെ ഇനി നൃത്തത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സർഗസാഗര നൃത്ത സംഗീത യോഗ വിദ്യാലയം നമ്മൾ നൃത്തം അഭ്യസിപ്പിക്കുന്നത് പരമ്പരാഗത രീതിയിലാണ്. നാട്യശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കി ചിട്ടയായ അനുഷ്ഠയായിട്ടാണ് നമ്മൾ നൃത്തം പഠിപ്പിക്കുന്നത്. അതായത് ഗുരു ശിഷ്യബന്ധം, അത് പരമ്പരാഗത രീതിയിൽ തന്നെ. ഗുരു ശിഷ്യബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കൃതിയിൽ ഒരുപാട് സ്ഥാനമുള്ള ഒരു കാര്യമാണ്. അതായത് പരസ്പര ബഹുമാനവും സ്നേഹവും അതിലധിഷ്ഠിതമാണ് ഈ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ സർഗസാഗര നൃത്ത സംഗീത യോഗ വിദ്യാലയത്തിൽ നമ്മൾ ചിട്ടയായ പരമ്പരാഗത നാട്യശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ നൃത്തം പഠിപ്പിക്കുന്നത്. ഈ അവധിക്കാലത്ത് ഗുരുവായൂർ അക്ഷര പാഠശാലയുടെ കീഴിൽ സർഗസാഗര നൃത്ത സംഗീത യോഗ വിദ്യാലയം പുതിയ പഠനകളരികൾ ആരംഭിക്കുന്നുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തുമല്ലോ. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം.